രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അഷ്ടപതി 16-ാമത്തെ അധ്യായം 1-ാമത്തെ ശ്ലോകമാണ് പഠിപ്പിക്കാനായി പോകുന്നത്. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പൊ നമുക്ക് അഷ്ടപതിയിലേക്ക് കടക്കാം. ഇന്നത്തെ അഷ്ടപതി നമുക്ക് പാടിത്തരുന്നത് ശ്വേതാബാലനാണ്. ശ്വേതാബാലൻ പുതിയ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. പാടാൻ താല്പര്യമുള്ളവർ എനിക്ക് പാടി അയച്ചാൽ മതി. നിശ്ചയമായി നമ്മളത് ഇടുന്നത് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ അഷ്ടപതി നമുക്ക് പാടിത്തരുന്നത് ശ്വേതാബാലൻ. അതിമനോഹരമായി ശ്വേതാബാലൻ അത് പാടുന്നത് നിങ്ങൾ കേട്ടുകൊള്ളൂ. അതിനുശേഷം ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. അനില തരള കുവലയനയനേനാ തപതിന സാകിസലയ ശയനേനാ. അനില തരള കുവലയനയനേനാ തപതിന സാകിസലയ ശയനേനാ. യാരമിതാ വനമാലിനാ സഖി യാരമിതാ വനമാലിനാ. അപ്പോൾ നമ്മുടെ ശ്വേത അത് പാടിത്തന്നത് കേട്ടല്ലോ. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനിങ്ങനെ രാധാഭക്തനായെന്നുള്ളത് കേൾക്കണം. പിന്നെ രാധാ സഹസ്രനാമം ജപിച്ചാലെന്ന വീഡിയോ ഈ ചൊവ്വാഴ്ച ഇറങ്ങിക്കഴിഞ്ഞു, നിങ്ങൾ കേൾക്കണം. അതേ കണക്ക് തന്നെ രാധയെ പൂജിച്ചാൽ, രാധാ കവചം നിത്യവും ജപിച്ചാൽ, ഇത് മൂന്നും നിങ്ങൾ കേൾക്കണം. ഉടൻ തന്നെ രാധികാ കവചം 2-ാമത്തെ ഭാഗം ഞാൻ അടുത്ത ബുധനാഴ്ച
നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെ ഞാൻ രാധാ സഹസ്രനാമം പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്കിപ്പം നോക്കേ തുടങ്ങാം. അനില തരള കുവലയ നയനേന തവദിന സാക്കി സല്ലയ ശയനേന സഖി യാരമിത വനമാലിന. അനിലൻ അർത്ഥം എഴുത് കാറ്റ്. അനിലൻ സമം കാറ്റ്. തരളം അർത്ഥം എഴുത് ഇളകുന്ന. തരളം ഇളകുന്ന. കുവലയം കുവലയം താമര ഇതളുകൾ. താമര ഇതളുകൾ. നയനം കണ്ണുകൾ. നയനം കണ്ണുകൾ. തപിക്കുക തപിക്കുക എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുക, ചുട്ടുപൊള്ളുക, അങ്ങനെ രണ്ടർത്ഥമുണ്ട്. ദുഃഖിക്കുക, ചുട്ടുപൊള്ളുക. ന ന എന്ന് പറഞ്ഞാൽ ഇല്ല, നമ്മുടെ ഇംഗ്ലീഷിലെ നോയാണ് ന. കിസലയം തളിര്. കിസലയം തളിര്. കിസലയ ശയനേന അർത്ഥം തളിർമെത്തയിലുള്ള കിടപ്പുകൊണ്ട്. കിസലയ ശയനേന തളിർമെത്തയിലുള്ള കിടപ്പ് കൊണ്ട്. രമിത രമിത രമിക്കുക. വനമാലി വനമാലി ശ്രീകൃഷ്ണൻ. അപ്പൊ എന്താണ് ഇവിടെ ജയദേവ കവി പറയുന്നത്? അല്ലയോ സഖി, ഇളം കാറ്റേറ്റിളകിക്കൊണ്ടിരിക്കുന്ന താമര ഇതളുകൾക്ക് തുല്യമായ കണ്ണുകളോട് കൂടിയ വനമാലി, അതായത് ശ്രീകൃഷ്ണൻ, ആ ശ്രീകൃഷ്ണനാൽ കൂടിയ വനമാലിയാൽ യാതൊരുവളാണോ രമിക്കപ്പെടുന്നത്, അവൾ തളിർമെത്തയിലും കിടപ്പുകൊണ്ട് ദുഃഖിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അല്ലയോ സഖി, ഇളം കാറ്റ് വീശുന്നു, ആ കാറ്റിനകത്ത് കൃഷ്ണന്റെ താമര കണ്ണുകൾ ഇങ്ങനെ ഇളകി മറിയുകയാണ്. ആ കൃഷ്ണനാൽ ഒരു ഗോപിക ഇങ്ങനെ രതിസുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൾ കിടക്കുന്നത് തളിർമെത്തയിലാണെങ്കിലും അവൾ അത്യധികം ആനന്ദം അനുഭവിക്കുകയാണ്. ഇനി എന്താണ് ഇതിന്? ഒരുപാട് ആന്തരാർത്ഥമുള്ളതാണ്, ശ്രദ്ധിച്ചു കേട്ടോളണം. കൃഷ്ണനോടൊപ്പം രമിക്കുന്നവൾക്ക് ലഭ്യമാകുന്ന ആനന്ദ അനുഭൂതികളൊന്നും തനിക്ക് ലഭിക്കുന്നില്ല എന്ന് രാധാറാണി പരാതി പറയുകയാണ്. കൃഷ്ണനോടൊത്ത് ഒരു ഗോപിക രമിക്കുന്നു, അപ്പൊ അവൾക്ക് ലഭിക്കുന്ന ആ ഒരു ആനന്ദം, സുഖം എനിക്ക് കിട്ടുന്നില്ല എന്ന പരാതി തോഴിയോട് പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ ഗോപിക കാമശരങ്ങളേൽക്കാതെ ഇളം കാറ്റുളവാക്കുന്ന ശൃംഗാര അഗ്നിയിൽ ദഹിക്കാതെ കൃഷ്ണനുമായി രതിക്രീഡ ആനന്ദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ രാധാറാണി പറയുകയാണ്, കൃഷ്ണൻ താമരക്കണ്ണനാണ് തോഴി. അവൻ ആ ഗോപികയെ കാമസുഖത്തിൻ്റെ പരമോന്നത കോടിയിലെത്തിക്കും. അവളാകട്ടെ തളിർമെത്തയിൽ അതൊക്കെ ഏറ്റുവാങ്ങി ആനന്ദഭരിതയായി അങ്ങനെ കിടക്കും. പക്ഷെ ഞാനാകട്ടെ അതേ തളിർമെത്തയിൽ എന്തു ചെയ്യുകയാണ്? ദുഃഖിച്ചു കിടക്കുകയാണ്. അപ്പോൾ മനസ്സിലായല്ലോ? അല്ലയോ തോഴി, അല്ലയോ തോഴി, ഇളം കാറ്റിൽ കൃഷ്ണന്റെ താമര കണ്ണുകൾ ഇളകുന്നു, അത് ഇളകി ആടിക്കൊണ്ടിരിക്കുന്നു. അവൻ വനമാല ധരിച്ചിരിക്കുന്നു, അവൻ ഒരു ഗോപിയെ രമിപ്പിക്കുന്നു, അതായത് രതിസുഖം അനുഭവിപ്പിക്കുന്നു. അവൾ ആകെ സന്തുഷ്ടചിത്തയാണ്, തളിർമെത്തയിൽ അവൾ ആനന്ദിച്ചു കിടക്കുന്നു. പക്ഷെ ഞാനാകട്ടെ ഇതൊന്നും കിട്ടാതെ ഈ തളിർമെത്തയിൽ ദുഃഖിച്ചു കിടക്കുന്നു. രാധാറാണിക്ക് ആ ഗോപികയോട് അസൂയ തോന്നുന്നു. ഇനിയാണ് ജയദേവ കവി ഇവിടെ ഡബിൾ മീനിങ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നല്ലതുപോലെ ഒന്ന് കേട്ടോളണം. ഇതിന്റെ അർത്ഥം ഒന്നും കൂടെ പറയാം. ഇളം കാറ്റ് വീശുന്നു, കൃഷ്ണന്റെ താമരക്കണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചലിക്കുന്നു. ആ കൃഷ്ണൻ ഒരു പെണ്ണിനെ ശൃംഗാരരസം രതിസുഖം അനുഭവിക്കുന്നു, അവൾ ആനന്ദം അനുഭവിക്കുന്നു. അവക്കിനി കാമന്റെ മദനശരങ്ങൾ ഏൽക്കില്ല, അവള് തൃപ്തയാണെന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ
ഇത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ശാസ്ത്രപ്രകാരം ഈ സ്തുതി ഇത് രണ്ട് രീതിയിലാണ്. അതായത് ഇവിടെ നടക്കുന്നത് സ്തുതി പാരക അർത്ഥയും നിന്ദാപരക അർത്ഥയുമാണ്. സ്തുതി പാരക അർത്ഥയും നിന്ദാപരക അർത്ഥവുമാണ്. അതായത് ഒരേ വാക്യം തന്നെ ഒരേ സമയത്ത് അഭിനന്ദിക്കാനും ഉപയോഗിക്കുന്നു, അതേ സമയത്ത് തന്നെ നിന്ദിക്കാൻ വേണ്ടിയും ഉപയോഗിക്കുന്നു. നമുക്ക് നോക്കാം. ആദ്യം സ്തുതി എന്താണെന്ന് നോക്കാം. ഇവിടുത്തെ സ്തുതി രാധാറാണി പറയുന്നു, അല്ലയോ സഖി, കൃഷ്ണൻ വലമാല ധരിച്ചിരിക്കുന്നു, അവന്റെ കണ്ണുകളാകട്ടെ തെക്കൻ കാറ്റിൽ അങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അഭിനന്ദിക്കുകയാണെന്ന് തോന്നും. എന്നാൽ ഇതിനകത്തൊരു നിന്ദ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വനമാലി, അതായത് ശ്രീകൃഷ്ണൻ ശരിക്കും ശൃംഗാര രസത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. അതെങ്ങനെ മനസ്സിലായി? കൃഷ്ണന്റെ താമരക്കണ്ണ് ചലിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ തൻ്റെ കണ്ണുകൾ കൊണ്ട് നാലുപാടും ഇങ്ങനെ പരതുകയാണ്. എന്തിനു വേണ്ടി പരതുന്നു? ഈ ഗോപികയേക്കാൾ സുന്ദരികളായ വേറെ ഗോപികമാരുണ്ടോ എന്ന് പരതുകയാണ്. ഇവൾക്കൊരു പരിഗണനയും കൃഷ്ണൻ കൊടുക്കുന്നില്ല. മനസ്സിലായില്ലേ? ഒരർത്ഥത്തിൽ നമുക്ക് തോന്നും ഇളം കാറ്റിൽ ചലിക്കുന്ന കൃഷ്ണന്റെ താമര കണ്ണുകൾ. അവിടെ രാധാറാണി പറയുന്നത് ഇതാണ്, രണ്ടാമത്തെ നിന്ന ഇതാണ്. കൃഷ്ണന്റെ താമര കണ്ണുകൾ ചലിക്കുക എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ നാലുപാടും കണ്ണുകൾ ചലിപ്പിച്ചു നോക്കുന്നു. ഇവളേക്കാൾ സുന്ദരിയായ ആരെങ്കിലും ഉണ്ടോ? കാരണം കുറച്ചു നേരമായി ഇവളുമായിട്ടാണ് ശൃംഗരിക്കുന്നത്. അപ്പൊ കൃഷ്ണൻ ഒന്നിലും ഉറച്ചു നിൽക്കില്ല. അവൻ വേറെ ഗോപികമാരുണ്ടോ എന്നിങ്ങനെ പരിഗണിക്കുകയാണ്. ഒപ്പം അവളടുത്ത് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ തലോടുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ അവക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല. ഇനി വീണ്ടും സ്തുതി എന്താന്ന് നോക്കേ. ഗോപിക തളിർമെത്തയിൽ അങ്ങനെ ആനന്ദിക്കുകയാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഗോപിക തളിർമെത്തയ്ക്കകത്ത് അങ്ങനെ ആനന്ദിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ്. നിന്ന് അത് ദ്വയാർത്ഥത്തിൽ പറയുകയാണ്. യഥാർത്ഥത്തിൽ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളണം. ആ ഗോപികയ്ക്ക് രതിലീലകളിൽ അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിൻ്റെ ഭംഗി കാട്ടി അവക്ക് കൃഷ്ണനെ ആകർഷിക്കാൻ കഴിയുന്നില്ല. അവക്ക് ഉറപ്പായി കഴിഞ്ഞു കൃഷ്ണൻ മറ്റേതോ സ്ത്രീകളെ അന്വേഷിക്കുകയാണെന്ന്. അപ്പൊ ഗോപികയെ അല്പം പോലും ആര് പരിഗണിക്കുന്നില്ല? കൃഷ്ണൻ. അപ്പൊ നമ്മള് വിപരീത അർത്ഥത്തിൽ പറയുകയാണ്. നമ്മൾ പറയത്തില്ലേ അവളെ ഭർത്താവ് അവളെ ഗവനിക്കത്തത് പോലും ഇല്ല. അപ്പൊ ഒരാൾ പറയും അവള് തളിർമത്തയിൽ, പിന്നെ അവള് തളിർമത്തയിൽ കിടന്നങ്ങ് ആനന്ദം അനുഭവിക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ ആനന്ദം അനുഭവിക്കുന്നില്ല എന്ന അർത്ഥം. ഈ രണ്ടാമത്തെ അർത്ഥവും ഇതിനകത്തുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ മറ്റു ഗോപികമാരെ തെരഞ്ഞുകൊണ്ട് ഇവളെ തലോടുന്നുണ്ട്, ഇവളെ ഉമ്മ വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനേക്കാൾ സുന്ദരി ഉണ്ടോ എന്ന് നോക്കുന്നത് കൊണ്ട് കൃഷ്ണന്റെ ഒരു പ്രവർത്തിക്കും എന്താണ് ആ ഗോപികയിൽ ആനന്ദമുണ്ടാക്കാൻ കഴിയുന്നില്ല. ആ ഗോപികയ്ക്ക് തന്നെ മനസ്സിലായി തുടങ്ങി എന്നേക്കാൾ സുന്ദരിയെ കൃഷ്ണൻ പരതുകയാണ്, എനിക്ക് പരിഗണന നൽകുന്നില്ല. അവൾ യഥാർത്ഥത്തിൽ തളിർമത്തയിൽ ആനന്ദം അനുഭവിക്കുന്നില്ല എന്നാണ് രാധാറാണി പറഞ്ഞു വെക്കുന്നത്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായല്ലോ. ഈ ശ്ലോകം ഒരിക്കൽ കൂടി ശ്വേതാബാലൻ പാടിയിട്ട് രണ്ടാമത്തെ ശ്ലോകം പാടാൻ പോകും. അനില തരള കുവലയനയനേന തപതിന സാകിസലയ ശയനേന അനില തരള കുവലയനയനേന തപതിന സാകിസലയ ശയനേന യാരമിതാ വനമാലിനാ സഖി യാരമിതാ വനമാലിനാ
മാലിന വികസിത സരസിജ ലളിത മുഖേന വികസിത സരസിജ ലളിത മുഖേന സ്ഫുടദിന സാ മനസ്സി ച വിജികേന യാരമിത വനമാലിന സഖി യാരമിത വനമാലിന. ഇനി നമുക്ക് രണ്ടാമത്തതിലേക്ക് വരാം. ശ്രദ്ധിച്ചു കേട്ടെ നിങ്ങൾ. വികസിത സരസിജ ലളിത മുഖേന സ്ഫുടദിന സാ മനസ്സി ച വിശിഖേന സഖി യാരമിത വനമാലിനാം. അർത്ഥം എഴുതിക്കോ. വികസിതം, വികസിതം വിരിഞ്ഞ, വിരിഞ്ഞ. സരസിജം, സരസിജം താമര. ലളിത, ലളിത മനോഹരം. സ്ഫുടതി, സ്ഫുടതി പൊട്ടിത്തെറിക്കുക, സ്ഫുടതി പൊട്ടിത്തെറിക്കുക. മനസ്സിജ വിശിഖം, അർത്ഥം കാമബാണം. മനസ്സിജ വിശിഖം, അർത്ഥം കാമബാണം. അപ്പൊ ഇവിടെ പറയുകയാണ്, അല്ലയോ സഖി, വിടർന്ന താമരപ്പൂ പോലെ മനോഹരമായ മുഖമുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണനാൽ ഏതൊരുവളാണോ രമിക്കപ്പെടുന്നത് അവൾ കാമബാണത്താൽ ഉപദ്രവിക്കപ്പെടുന്നില്ല. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുഖം താമരപ്പൂ പോലെ ശോഭിക്കുന്നതാണെന്ന് രാധാറാണി പറയുന്നു. അങ്ങനെ താമരപ്പൂ പോലെ ശോഭിക്കുന്ന മുഖമുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ഗോപികയെ ശൃംഗാര സുഖത്തിന്റെ കൊടുമുടിയിലേക്ക് കൊണ്ടുപോകുന്നു. അവളെ ഇനി ഒരിക്കലും കാമദേവന്റെ അമ്പുകളേറ്റ് അവള് പിടയേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. ഇവിടെയും ശരിക്കും രാധാജി പറയുന്നത് ഇതാണ്, കൃഷ്ണനാരാ മോൻ, കൃഷ്ണനാരാ മോൻ, കൃഷ്ണനെ പോലെ രതിലീലയിൽ മിടുക്കൻ മറ്റാരുമില്ല. വിടർന്ന താമരപ്പൂവിന്റെ മുഖമുള്ള കൃഷ്ണനുണ്ടല്ലോ, ഒരുവളെ കാമസുഖത്തിന്റെ പരകോടിയിൽ എത്തിക്കുകയാണ്. ഇനി കാമബാണൻ എത്ര അമ്പെയ്താലും അവൾക്ക് മുറിവേൽക്കില്ല എന്ന് പറഞ്ഞാൽ അവൾ കാമം കൊണ്ട് പൊളയുകയില്ല എന്നർത്ഥം. ഇവിടെയും ദ്വയാർത്ഥ പ്രയോഗമാണ്, രണ്ടർത്ഥമാണ് ജയദേവ കവി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഒന്ന് സ്തുതിക്കുകയാണ്, രണ്ട് ആ സ്തുതിക്കുന്ന അതേ വാചകത്തിൽ തന്നെ നിന്ദയുമുണ്ട്. അതായത് സ്തുതി പരകാർത്ഥം, നിന്ദ പരകാർത്ഥം. ആദ്യം സ്തുതി എന്താന്ന് നോക്കാം. ഇവിടെ സ്തുതി ഇതാ, ഓ കൃഷ്ണനുണ്ടല്ലോ, കൃഷ്ണന്റെ മുഖം ഇങ്ങനെ താമരപ്പൂ പോലെ വിടർന്നു നിൽക്കുന്നു, കൃഷ്ണൻ തൻ്റെ പ്രിയപ്പെട്ട കാമുവിക്ക് ആനന്ദം നൽകുന്നു, അതുകൊണ്ട് ആ ഗോപികയ്ക്ക് ഇനി ഒരിക്കലും കാമബാണമേറ്റിട്ട് കാമം കൊണ്ട് പുളയേണ്ടി വരികയില്ല എന്ന് പറയുന്നതാണ് ആരെന്ന് പറയുന്നത്, സ്തുതി എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് ഒളിച്ചിരിക്കുന്ന നിന്ന എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ രാധാജി പറയുകയാണ്, ഈ കൃഷ്ണനുണ്ടല്ലോ അവൻ സ്ത്രീകളിൽ കാമവികാരം ഉണ്ടാക്കുന്നതിൽ ഉദാസീനനാണ്. കൃഷ്ണൻ ഇങ്ങനെ ആളുകളെ കളിയാക്കാനും പുഞ്ചിരിക്കാനും മാത്രമേ അറിയൂ. ഈ ഗോപികയ്ക്ക് ശൃംഗാര സുഖം അല്പം പോലും എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണന്റെ ഉദാസീനത അവളുടെ കാമത്തെ ഇല്ലാതാക്കി. നല്ലത് മനസ്സിലായില്ലേ? കൃഷ്ണന്റെ ഉദാസീനത അവളുടെ കാമത്തെ ഇല്ലാതാക്കി. ഇനി കാമദേവൻ എത്ര കണ്ട് അമ്പെയ്താലും അവൾക്ക് കാമം വരില്ല. കാരണം വേറെ ഒന്നുമല്ല, കൃഷ്ണൻ തന്നെ അത്രയ്ക്ക് തഴഞ്ഞതിൻ്റെ വേദന. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആദ്യം സ്തുതിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഓ കൃഷ്ണനുണ്ടല്ലോ, താമര കണ്ണനാണ് അവൻ, സുന്ദരനാണ്, അവനൊരു ഗോപികയെ സുഖിപ്പിക്കുന്നു, ഓ അവളങ്ങ് രതിയുടെ ആനന്ദം അനുഭവിക്കുന്നു. ഇനി കാമദേവൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവൻ എത്ര അമ്പെയ്താലും അവൾക്ക് കാമം ഉണ്ടാകില്ല.
ഇതേ വാചകം തന്നെ വിപരീത സ്ഥിതിയിൽ ചിന്തിച്ചുമൊക്കെ ആ കൃഷ്ണനുണ്ടല്ലോ വലിയ താമരപ്പൂ പോലുള്ള മുഖം ഉണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് ആ പെണ്ണിൻ്റെ അടുത്ത് ഇരുന്ന് നാല് ചുറ്റും പരതി മറ്റു പെണ്ണുങ്ങളെ നോക്കും. അവൻ ഉദാസീനനാണ്, ഇങ്ങനെ ചിരിച്ചൊക്കെ ഇരിക്കത്തതേ ഉള്ളു. പിന്നെ അവളിപ്പോ അങ്ങ് കാമസുഖം അനുഭവിച്ച് ആനന്ദിക്കുകയല്ലേ. ഇനി അങ്ങോട്ട് കാമദേവൻ അമ്പയ്യാൻ പറഞ്ഞ് അവൾക്കൊരു കാമവും ഉണ്ടാകത്തില്ല. അവളെ ഉള്ളിലെ ഉള്ള കാമവും കൂടില്ല കൃഷ്ണൻ നശിപ്പിച്ചു. കണ്ടോ, ഒരേ വാചകം തന്നെ പറയുന്ന ടോൺ അനുസരിച്ച് രണ്ട് രീതിയിൽ വരും. അപ്പൊ ഇതിൽ ആദ്യം സ്തുതിക്കുന്ന കണക്ക് നമുക്ക് തോന്നും. ആദ്യം സ്തുതി, കൃഷ്ണൻ താമരപ്പൂ പോലെ മനോഹരമായ മുഖമുള്ളവൻ, ഗോപിയെ ആ കാമസുഖം അനുഭവിക്കുന്നു. ഇനി കാമദേവൻ എത്ര അമ്പെയ്താലും അവൾക്ക് കാമം കൊണ്ട് പുളയില്ല. അവിടുത്തെ നിന്ന എന്ന് പറയുന്നത് അവൻ വലിയ താമര കണ്ണനാണ്, താമര പോലെയുള്ള മുഖമാണെന്നാണ്. എന്നിട്ട് പെണ്ണുങ്ങളുമായിട്ട് രമിക്കുമ്പം അതിനേക്കാൾ സുന്ദരി ഉണ്ടോ എന്ന് നോക്കും. അവൻ ഉദാസീനനാണ് തികച്ചും. അവൻ്റെ കൂടെ ഒരു പെണ്ണ് കിടന്നാൽ ഉള്ള കാമവും കൂടെ നശിച്ചു പോകും. പിന്നെ കാമദേവൻ ഇനി എത്ര കണ്ട് പ്രയോഗിച്ചാലും, കാമദേവന്റെ കയ്യിലിരിക്കുന്ന മുഴുവൻ അസ്ത്രം അയച്ചാലും അവക്ക് പിന്നെ ഒരിക്കലും കാമം ഉണ്ടാകില്ല. അത്രയ്ക്ക് ഉദാസീനനാണ് ഈ കൃഷ്ണൻ. പെണ്ണുങ്ങളുടെ ഉള്ള കാമവും കൂടെ ഈ കണ്ണൻ ഇല്ലാതാക്കി കളയും. ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ അർത്ഥം. ഇപ്പൊ ജയദേവ കവി ആരാന്ന് മനസ്സിലായില്ലേ? ആരാ മോനെന്ന് മനസ്സിലായില്ലേ? അപ്പൊ രാധാറാണിക്ക് ആ ഗോപിയോട് അസൂയ മൂത്തിട്ട് പറയുന്നതാണിത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രാധാജി പറയുന്നു, ഞാൻ ഇവിടെ കൃഷ്ണനില്ലാത്തോണ്ട് വിരഹം അനുഭവിക്കുന്നു. ഈ അഭിപ്രായം ഒക്കെ മാറും കൃഷ്ണൻ രാധാറാണിയുടെ അടുത്ത് വന്നാൽ. ഇപ്പൊ വരാതെ ഗോപികയുടെ അടുത്ത് നിൽക്കുന്നത് കൊണ്ടുള്ള കോപം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ രാധാറാണി കാത്തിരിക്കുകയാണ് കൃഷ്ണനെ, കാത്തിരിക്കുകയാണ് കൃഷ്ണനെ. കൃഷ്ണ ഓടിച്ചെല്ലൂ, ഓടിച്ചെന്ന് രാധാജിയുടെ പരിഭവങ്ങളൊക്കെ മാറ്റൂ. എന്നിട്ട് രാധാജിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കൂ, കാമസുഖം അനുഭവിപ്പിക്കുന്നതിൽ കൃഷ്ണനെ വെല്ലാൻ ഒരാളില്ലെന്ന് പറയിപ്പിക്കൂ. ചെല്ലൂ കൃഷ്ണ, ചെല്ലൂ കൃഷ്ണ, രാധാജിയെ വാരിപ്പുണരൂ, രാധാജിയെ സുഖിപ്പിക്കൂ, രാധാജിയെ ശൃംഗാരരസത്തിന്റെ ഉന്നത കോടിയിലേക്ക് കൊണ്ടുപോകൂ. ഈ അഭിപ്രായം മാറ്റിയെടുക്കൂ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.